ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാവർക്കും പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും അനന്യനാണ്. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ഒരുവനാണ്. ഇന്നലെ പ്രവർത്തിച്ച യേശു കർത്താവ് ഇന്നും പ്രവർത്തിപ്പാൻ ശക്തനാണ്, വിശ്വസ്തനാണ്. നിന്റെ അരികിൽ യേശു തന്റെ ആണിപ്പഴുതുള്ള കരങ്ങളുമായി അടുത്തു വന്നിട്ടുണ്ട്. ഇന്ന് പകൽ നീ വേദനിക്കുന്നു എങ്കിൽ, ദുഃഖിക്കുന്നു എങ്കിൽ, നിന്റെ കണ്ണുനീർ ഒപ്പുവാൻ, നിങ്ങളുടെ ദുഃഖം സന്തോഷമാക്കി മാറ്റുവാൻ യേശു നിന്റെ അരികിലുണ്ട്. ആരും ഇല്ലെന്നുള്ള തോന്നൽ നിനക്കുണ്ടോ? എല്ലാവരാലും കൈവിടപ്പെട്ട ഒരനുഭവം നിനക്കുണ്ടോ? ആരും കൂട്ടിനില്ലെന്ന് നീ തോന്നുന്നുവോ? ഇന്ന് പകൽ യേശു കർത്താവിന്റെ വചനം നിന്നോട് പറയുന്നു, യഹോവ ഷമ്മ, കൂടെയിരിക്കുന്ന ദൈവമായി അവൻ നിന്റെ അരികിലേക്ക് കടന്നു വരികയാണ്. പാകിസ്ഥാനിൽ ഒരു ധനിക കുടുംബത്തിൽ ജനിച്ച ഗുൽഷാൻ എസ്തേർ എന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾ ജന്മന അരയ്ക്ക് താഴോട്ട് സ്വാധീനമില്ലാത്ത ഒരുവളായിരുന്നു. അവൾ വളർന്നു വന്നപ്പോൾ അവളുടെ മാതാപിതാക്കൾ അവളെ കൊണ്ടുപോകാത്ത സ്ഥലങ്ങളില്ല. പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചു, നേർച്ച കാഴ്ചകൾ അർപ്പിച്ചു, പ്രാർത്ഥിക്കാത്ത പ്രാർത്ഥനകളില്ല, ഉരുവിടാത്ത പ്രാർത്ഥനകളില്ല. എങ്കിലും അവൾ സൗഖ്യമായില്ല. യൗവനത്തിലേക്ക് കടന്നു വന്നപ്പോൾ അരയ്ക്ക് താഴോട്ട് സ്വാധീനമില്ലാതെ മുറിക്കുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടി വന്ന ഒരു ദുരന്ത ജീവിതത്തിന്റെ ഉടമയായ അവൾ ഒരു രാത്രി നിലവിളിച്ചു, എന്നെ സൗഖ്യമാക്കാൻ ആരുമില്ലെന്നോ, എനിക്കൊരു ജീവിതമില്ലെന്നോ അവൾ നിലവിളിച്ചു കൊണ്ടിരുന്നപ്പോൾ അർദ്ധരാത്രി കഴിഞ്ഞ സമയത്ത് അവളുടെ മുറിക്കുള്ളിലേക്ക് വെളിച്ചം കടന്നു വരാൻ തുടങ്ങി. വെളിച്ചം വർദ്ധിച്ചു വന്നു. ഇതെന്തെന്നറിയാതെ അവൾ അത്ഭുതത്തോടെ നോക്കിയിരുന്നപ്പോൾ ആ വെളിച്ചത്തിനകത്ത് അവൾ കണ്ടു തേജോമയനായി 10,000ങ്ങളിൽ പരമസുന്ദരനായ ഷാരോനിലെ പനിനീർ കുസുമമായിരിക്കുന്ന യേശു കർത്താവ് ആ വെളിച്ചത്തിനകത്തേക്ക് കടന്നു വന്ന് അവളോട് പറഞ്ഞു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന കർത്താവാകുന്നു. ആ സമയത്ത് അവൾ സൗഖ്യമുള്ളവളായി പദമൂന്നി എഴുന്നേറ്റ് നിന്നു. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവളായി ഇന്ന് ലോകരാജ്യങ്ങളിൽ മുഴുവൻ യേശു കർത്താവ് തന്റെ സാക്ഷിയായി അവളെ അയച്ചു. ഗുൽഷാൻ എസ്തേറിനെ സൗഖ്യമാക്കിയ യേശു ഇന്ന് നിന്നെ സൗഖ്യമാക്കാൻ വിശ്വസ്തനാണ്. നീ ആരായിരുന്നാലും, ഏതവസ്ഥയിലായിരുന്നാലും, ഏത് രാജ്യത്തായിരുന്നാലും, ഏത് സ്ഥാനത്തായിരുന്നാലും, എത്ര അകലെയിരുന്നാലും നിന്നെ സൗഖ്യമാക്കാൻ കടന്നു വരുവാൻ യേശു കർത്താവ് വിശ്വസ്തനാണ്. നിന്റെ തൊട്ടരികിൽ നിന്റെ സൗഖ്യത്തിന്റെ വചനമുണ്ട്. ഇന്ന് ഈ സമയത്ത് സൗഖ്യമാക്കുന്നവനായ യഹോവ റാഫ നിന്റെ അരികിലുണ്ട്. അവൻ സൗഖ്യദായകനാണ്, അവൻ സൗഖ്യദായകനാണ്. യഹോവ റാഫ. എല്ലാവരും എന്നോട് ചേർന്ന് പറഞ്ഞാട്ടെ, യഹോവ റാഫ, അവൻ സൗഖ്യദായകനാണ്. അവന്റെ അടിപ്പിണരുകളാൽ നാം സൗഖ്യമാവുകയാണ്. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വ്യാധികളെ അവൻ ചുമന്നു. അവന്റെ അടിപ്പിണരുകളാൽ ഇന്ന് ഈ സമയത്ത് നിന്നെ അവൻ സൗഖ്യമാക്കുകയാണ്. നിന്റെ ജീവിതത്തിന്റെ തകർച്ചകൾ, ദാരിദ്ര്യമോ തൊഴിലില്ലായ്മയോ ബിസിനസ് തകർച്ചകളോ, ഇന്ന് പകൽ ദൈവത്തിന്റെ വചനം നിന്നോട് പറയുന്നു, യഹോവ ഈരേ, അവൻ കരുതുന്ന ദൈവമാണ്. നിനക്ക് വേണ്ടി അവൻ കരുതുന്ന ദൈവമാണ്. ആരുമില്ലെന്ന തോന്നൽ നിനക്കുണ്ടോ? എല്ലാവരും കൈവിടപ്പെട്ട അനുഭവം നിനക്കുണ്ടോ? യഹോവ ഷമ്മ, കൂടെയിരിക്കുന്ന ദൈവമാണ്. ഇപ്പോൾ ചേർന്ന് പാടാം, യഹോവ ഈരേ, യഹോവ ഷമ്മ. എല്ലാവരും വായ്കളെ തുറന്ന് ശബ്ദം ഉയർത്തി പാടിയാട്ടെ. പരാജയങ്ങളോ തോൽവിയോ ഉയർച്ചയില്ലായ്മയോ മുന്നേറുവാൻ സാധിക്കുന്നില്ലയോ? മുന്നേറ്റങ്ങളെ ബന്ധിക്കുന്ന അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ടോ? കുടുംബജീവിതം ഒരു പരാജയമാണോ? നിനക്കായി വിജയത്തിന്റെ ഒരു കൊടി ഉയർത്തുവാൻ യഹോവ നിസി, അവൻ ജയത്തിന്റെ കൊടിയാണ്. കൊടി ഉയർത്തുന്ന കർത്താവ്, നിന്റെ ജീവിതത്തെ ഉയർത്തുന്ന കർത്താവ് ഈ സമയം നിന്റെ തൊട്ടരികിലുണ്ട്. ഈ സമയം വിശ്വാസത്തോടെ ഏറ്റുപറയുക, ഗുൽഷാൻ എസ്തേറിനെ സൗഖ്യമാക്കിയ യേശു നിന്നെ സൗഖ്യമാക്കും. ഗുൽഷാൻ എസ്തേറിനെ വിടുവിച്ച യേശു നിന്നെ വിടുവിക്കും. പാകിസ്ഥാനിലേക്ക് ഇറങ്ങിയ യേശു ഇന്ന് നിന്റെ അരികിൽ തൊട്ടരികിലുണ്ട്. ഈ സമയം നീ വിശ്വസിക്കുക, വിശ്വാസത്തോടെ ഏറ്റുപറയുക, മറ്റൊരുവനുമില്ല ഭൂമിയിൽ, ഞാൻ മറ്റൊരുവനും വിശ്വസിക്കുന്നില്ല. സ്വർഗത്തിലും നീയല്ലാതെ എനിക്കാരുമില്ല. ഭൂമിയിലെ വിശുദ്ധന്മാർ അവർ എനിക്ക് ശ്രേഷ്ഠന്മാർ, എങ്കിലും ഞാൻ അന്യദേവന്മാരുടെ നാമത്തെ എന്റെ വായിൽ എടുക്കുകയില്ല. ഒരുമിച്ച് എല്ലാവർക്കും പറയാം, നീ മാത്രം മതി കർത്താവേ, നീ മാത്രം മതി, നീ എനിക്ക് മതിയായവനാണ്. നീ മാത്രം മതി, നീ മാത്രം മതി. യഹോവ ഈരേ, നിന്റെ എല്ലാ ആവശ്യങ്ങളെയും സന്ധിപ്പാൻ മതിയായവൻ, നിന്റെ എല്ലാ ആവശ്യങ്ങളെയും സന്ധിപ്പാൻ മതിയായവൻ, നിന്റെ എല്ലാ രോഗങ്ങളെയും സൗഖ്യമാക്കാൻ മതിയായവൻ. അവൻ നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അവൻ നിന്റെ അകൃത്യങ്ങളൊക്കെയും ക്ഷമിക്കുന്നു, നിന്റെ പാപങ്ങളെ ക്ഷമിക്കുന്നു. ഈ സമയത്ത് അവന്റെ സൗഖ്യത്തിന്റെ ശക്തി നിന്നിലേക്ക് വ്യാപരിക്കുകയാണ്. ഈ സമയത്ത് അവന്റെ സൗഖ്യത്തിന്റെ ശക്തി നിന്നിലേക്ക് വ്യാപരിക്കുകയാണ്. അധികാരമുള്ള പിതാവേ, അങ്ങയുടെ പുത്രനായ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് വരുന്നു. അങ്ങയുടെ കൃപാസനത്തിന്റെ മുൻപിലേക്ക് കടന്നു വരുവാൻ ജീവനുള്ള പുതുവഴി ഞങ്ങൾക്ക് വേണ്ടി അവിടുത്തെ പുത്രനായ യേശുവിന്റെ പരിശുദ്ധമായ രക്തത്താൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നതിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അപ്പാ പിതാവേ എന്ന് വിളിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിലുള്ള സൗഖ്യം ഈ പ്രാർത്ഥിക്കുന്ന മക്കളിലേക്ക് അങ്ങ് അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗബന്ധനങ്ങളും അഴിഞ്ഞു മാറേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പാപത്തിന്റെ കെട്ടുകൾ അഴിഞ്ഞു
മാറേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദുശീലങ്ങളും ദുസ്തഴക്കങ്ങളും വിട്ടൊഴിയേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പൈശാചിക ബന്ധനങ്ങൾ മാറേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ശാപങ്ങൾ മാറേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ വിടുതൽ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാവരും വിടുവിക്കപ്പെടട്ടെ. സകല ജഡവും ദൈവത്തിന്റെ രക്ഷയെ കാണുമെന്ന തിരുവെഴുത്ത് ഇപ്പോൾ നിറവേറട്ടെ. എല്ലാ കണ്ണുകളും യേശുവിന്റെ രക്ഷയെ കാണട്ടെ. എല്ലാ ശരീരങ്ങളും യേശുവിന്റെ സൗഖ്യം അനുഭവിച്ചറിയട്ടെ. ഇപ്പോൾ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു, എല്ലാ രോഗബന്ധനങ്ങളും അഴിഞ്ഞു മാറട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. Spirit of mercy in the name of Jesus. I release the spirit of victory.